വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് KPCC സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. വിജയന്റെ കുടുംബത്തിന്റെ പരാതി ന്യായമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ വിജയന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ ആരെയും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നില്ല. കേസിൽ IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ KPCC നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ 4 അംഗ സമിതിയാണ് KPCC ചുമതലപ്പെടുത്തിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ്, K ജയന്ത്, TN പ്രതാപൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് KPCCക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. 1,76 ലക്ഷം രൂപ ബാങ്കുകളിലും നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിലുമായി വിജയന് കടമുണ്ടായിരുന്നു. ഈ കണക്ക് കുടുംബം നേരത്തെ തന്നെ KPCC നേതൃത്വത്തെ അറിയിച്ചിരുന്നു. വ്യക്തികൾക്ക് നേരിട്ട് പണം നൽകാൻ ഉണ്ടായിരുന്നുവെന്നും കുടുംബം അറിയിച്ചു. കുടുംബം നൽകിയ പരാതിയിൽ ന്യായമുണ്ടെന്നാണ് 4 അംഗ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. വിജയന്റെ കുടുംബത്തിന്റെ സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണം. സഹകരണ സ്ഥാപനങ്ങളുടെ നിയമനങ്ങളിൽ അനഭിലഷണീയമായ പ്രവണതകൾ കടന്നുകൂടിയിട്ടുണ്ട്. നിയമനങ്ങളിൽ പാർട്ടിക്ക് കടിഞ്ഞാൺ വേണമെന്നും സമിതി ശുപാർശ ചെയ്തു. വയനാട്ടിലെ ചില നേതാക്കന്മാർക്ക് വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന പരോക്ഷ സൂചനയാണ് സമിതി നൽകുന്നത്. എന്നാൽ പോലീസിന്റെ തുടർ നടപടി നിരീക്ഷിച്ച ശേഷം മറ്റ് തീരുമാനങ്ങളിലേക്ക് പോയാൽ മതിയെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. അതിനിടെ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൽപ്പറ്റ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത്. നേരത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.